ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരം മൃഗശാലയെ പറ്റിയാണ് വിവരിക്കുന്നത്. തിരുവനന്തപുരം മൃഗശാല കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയാണ്. ഇത് 1857 സ്ഥാപിതമായി. പക്ഷിമൃഗാദികളെ അവയുടെ സ്വാഭാവിക ചുറ്റുപാടിൽ സംരക്ഷിച്ചിരിക്കുന്നു. അതിനാൽ അവയുടെ ജീവിത രീതികളെപ്പറ്റി മനസ്സിലാക്കാൻ സന്ദർശകർക്ക് അവസരം ലഭിക്കുന്നു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെ നഗരഹൃദയത്തിൽ കാടിന് സമാനമായി കാടിൻ്റെ വന്യതയിൽ കാനനത്തിൻ്റെ പച്ചപ്പിൽ 50 ഏക്കർ വിസ്തൃതിയിൽ ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ വംശജരും വിദേശീയരുമായി ഏകദേശം 100ഓളം ജീവജാതികൾക്ക് സങ്കേതം. സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, ബംഗാൾ കുരങ്ങ്, മുതല, പലതരം പക്ഷികൾ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ, അങ്ങനെ നിരവധി സവിശേഷതകളുമായി തിരുവനന്തപുരം മൃഗശാല. ഇത് മക്കാവുവിൻ്റെ സെക്ഷൻ. എക്സോട്ടിക് ബേർഡ്സ് ധാരാളമുണ്ട്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ബേർഡ്സിനെ നമുക്ക് കാണാം. ഇത് വാട്ടർ ബേർഡ്സിൻ്റെ സെക്ഷൻ. ധാരാളം തരത്തിലുള്ള കൊക്കുകൾ, നിരവധി വിഭാഗത്തിൽപ്പെട്ട വലിപ്പവും ആകൃതിയും കളറും കൊണ്ട് വ്യത്യസ്തരായ നിരവധി കൊക്ക് വിഭാഗത്തിലുള്ളവരെ നമുക്ക് ഈ ആവാസ വ്യവസ്ഥയിൽ കാണാൻ കഴിയും. സ്വയം കൂടുകൂട്ടി സ്വന്തമായ ആവാസ വ്യവസ്ഥയിൽ ആഹാരം സമ്പാദിച്ച് ജീവിക്കാൻ വേണ്ട സാഹചര്യം കൃത്രിമമായി നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന മൃഗശാലയിലെ വാട്ടർ ബേർഡ് സെക്ഷൻ. ഇത് നീർനായയുടെ സെക്ഷൻ. 4-5 എണ്ണം വെള്ളത്തിൽ ഓടി കളിക്കുന്നത് കാണാം. അടുത്തത് നക്ഷത്രാമയുടെ സെക്ഷനാണ്. നക്ഷത്രാമ വിലപിടിപ്പുള്ളതാണ്. ഇത് പെസൻസിൻ്റെ സെക്ഷൻ. ഇത് എക്സോട്ടിക് പക്ഷികളുടെയും മൃഗങ്ങളുടെയും സെക്ഷനാണ്. ശരിക്കും നമ്മളൊരു കാടിനകത്ത് കയറിയതുപോലെ ചുറ്റി നടന്ന് നമുക്ക് പച്ചപ്പിനകത്ത് നടന്ന് വന്യതയിൽ തന്നെ ജീവജാലങ്ങളെ